ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തോരൻകറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും ബീൻസും വെച്ചിട്ടുള്ളൊരു തോരൻകറിയാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ സവാളയും പച്ചമുളകും വേണം. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ നാരും അതുപോലെ വെണ്ടയ്ക്കയുടെ തണ്ടൊക്കെ മുറിച്ച് കളയണം. വെണ്ടയ്ക്ക ഒരിക്കലും അതിൻ്റെ തണ്ട് മുറിച്ച് കളഞ്ഞിട്ട് വാഷ് ചെയ്യരുത്. അപ്പോൾ വെള്ളം കയറിയിട്ട് നമ്മുടെ കറി കുഴഞ്ഞു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കഴുകിയതിന് ശേഷം മുറിച്ച് കളയണം കേട്ടോ. ഇനി ഞാനിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കണ്ടില്ലേ, ഞാൻ ബീൻസ് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കി എല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കടുക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു വെണ്ടയ്ക്കയും ബീൻസും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയൊക്കെ മുറിച്ചേക്കുന്നത് നീളത്തിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. തുള്ളി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മുടെ ഈ കറി വെന്ത് കിട്ടണം. ഇനി അതിലേക്ക് ഉപ്പും പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെണ്ടയ്ക്കയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ ഒന്ന് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു മേടി കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ അടിയിലേക്ക് വരുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തോരൻ കറി കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഒട്ടും വെള്ളമൊന്നും ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയേ ചെയ്യരുത്. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കാണേലും രാത്രിക്കത്തേക്കാണേലും ചോറിൻ്റെ കൂടെ നല്ലൊരു തോരൻ കറി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തോരൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.